നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലോ എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാഠങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയേ വേണ്ടൂ. അത്ര വരെ എത്തിയ കാര്യങ്ങൾ. അപ്പോഴാണിതാ ഒരു പുതിയ ചോദ്യം. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ കേൾക്കുക. നിങ്ങളത് എഴുതി സൂക്ഷിക്കുക, പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തുക. ദേശവും എഴുത്തും എന്ന പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന നികന്ന നിര, നീർച്ചുഴി എന്നീ പ്രയോഗങ്ങൾ ആഴത്തിലുള്ള അർത്ഥതലങ്ങളുള്ളവയാണ്. നികന്ന നിര എന്താണ് അത് അവിടെ ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ നിര എന്നത് പർവ്വത നിരകളെയും കുന്നുകളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ നികന്ന, നിരപ്പായ എന്ന വിശേഷണം ഇതിനോട് ചേർക്കുമ്പോൾ അത് വൈരുദ്ധ്യാത്മകമായൊരു ചിത്രമാണ് നൽകുന്നത്. ഭൂമിശാസ്ത്രപരമായ അർത്ഥത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു കാലത്ത് ഉയർന്നു നിന്നിരുന്ന കുന്നുകൾ വികസനത്തിൻ്റെയോ പരിസ്ഥിതി നാശത്തിൻ്റെയോ ഭാഗമായി ഇല്ലാതാക്കപ്പെട്ടു. അതായത് മണ്ണ് നീക്കപ്പെട്ടു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഉയർച്ച താഴ്ചകളുള്ള പ്രകൃതി നിരപ്പായ ഭൂമിയായി മാറുന്നു. ഓരോ കുന്നിനും തേട്ടിക്കുന്ന് എന്നിങ്ങനെ പേരും വ്യക്തിത്വവും ഉണ്ടായിരുന്നു. അത് അതിൻ്റെ സാംസ്കാരികമായ അർത്ഥതലത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുന്നുകൾ നികത്തപ്പെടുമ്പോൾ ആ ദേശത്തിൻ്റെ അടയാളങ്ങളും ചരിത്രവുമാണ് മാഞ്ഞു പോകുന്നത്. വൈവിധ്യങ്ങൾ ഇല്ലാതാകുകയും എല്ലാം ഒരുപോലെയാകുകയും ചെയ്യുന്ന ആധുനികതയുടെ ഏകദാനതയാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ് നീർച്ചുഴി? വെള്ളത്തിൻ്റെ കുത്തൊഴുക്കൽ രൂപപ്പെടുന്ന ചുഴിയെയാണ് നീർച്ചുഴി എന്ന് പറയുന്നത്. പാഠഭാഗത്ത് ഇത് പ്രകൃതിയുടെ ശക്തിയെയും മാറ്റത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയുടെ രൗദ്രഭാവം ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. കൂലം കുത്തുന്ന സംഗമത്തിൽ നിരന്തരം രൂപപ്പെടുന്ന നീർച്ചുഴി എന്നത് പ്രളയ സമാനമായൊരവസ്ഥയാണ് കാണിക്കുന്നത്. അത് കരകളെ കാർന്നു തിന്നുകയും പാടവരമ്പുകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നീർച്ചുഴി എന്നത് കാലത്തിൻ്റെ പ്രതീകമാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്കായും ഇതിനെ വ്യാഖ്യാനിക്കാം. ആ ഒഴുക്കിൽ പഴയ ഗ്രാമീണ സംസ്കാരവും അതിരുകളും വരമ്പുകളും ഇല്ലാതാകുന്നു. തമ്മിൽ വേർതിരിച്ചിരുന്ന അതിരുകൾ മായുന്നതായും അതോടൊപ്പം തന്നെ കാർഷിക സംസ്കൃതി തകരുന്നതായും നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് പ്രയോഗങ്ങളും ചേർന്ന് നൽകുന്ന സന്ദേശം ഇതാണ്: മാറ്റം അനിവാര്യമാണ്, പക്ഷേ അത് പ്രകൃതിയുടെ തനിമയെയും ദേശത്തിൻ്റെ അടയാളങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. കുന്നുകൾ നിരപ്പായതും പാടവരമ്പുകൾ ഇടിഞ്ഞതും മനുഷ്യൻ പ്രകൃതിയിൽ നടത്തിയ ഇടപെടലുകളുടെയും അത് സൃഷ്ടിച്ച ആഘാതങ്ങളുടെയും സൂചനകളാണ്. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ട്. തീർച്ചയായും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടുതലായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള ചോദ്യങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. ഓക്കെ, താങ്ക് യു.